ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വ്ലോഗ് ഫ്രം ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷാനിധിൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഹൈദരാബാദ് ട്രിപ്പ് സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു റിച്ച് ഹിസ്റ്ററിയുടെ അവശേഷിപ്പാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഫോർട്ടിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കാസ ഹോട്ടൽ. മദാപൂരിലാണ് ഈ ഹോട്ടൽ ഉള്ളത്. ഇവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദിന്റെ ഹൈടെക് സിറ്റിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഹൈദരാബാദിന്റെ വളർച്ച, പ്രത്യേകിച്ച് IT മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക് ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ പോലുള്ള ഗ്ലോബൽ കമ്പനികളുടെ വലിയ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഭാവിയിൽ ബാംഗ്ലൂരിനെ മറികടന്ന് ഇന്ത്യയുടെ IT ഹബ്ബായി മാറും ഹൈദരാബാദ് എന്നാണ് ഇവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത്. സിറ്റി കൂടുതൽ സ്മാർട്ടർ ആവാനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ഈ വളർച്ചയിലെത്തി നിൽക്കുന്ന ഹൈദരാബാദിന് സമ്പന്നമായ ഒരു ചരിത്രവുമുണ്ട്. ആ ചരിത്രത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഹൈദരാബാദിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയും തകർന്ന നഗരവുമാണ് ഗോൽക്കൊണ്ട. ഈ ചരിത്ര നഗരത്തിൽ ആദ്യം നമ്മൾ എത്തുമ്പോൾ കാണുന്നത് ഒരു വലിയ കോട്ടമതിലാണ്. പിന്നെ ഒരു വലിയ കവാടം കടന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. അധികം ഡെവലപ്മെന്റ് ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു സാധാരണ നഗരക്കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു കാലത്ത് വജ്ര വ്യാപാരത്തിന്റെ വിപണി കേന്ദ്രമായിരുന്നു ഇത്. കുറച്ചു സമയം യാത്ര ചെയ്തതിനു ശേഷം ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ബസ് സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ കോട്ടയിലേക്ക്. ദൂരേന്ന് കാണുമ്പോൾ തന്നെ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കോട്ടയുടേത്. 25 രൂപയൊക്കെ ഉള്ളൂ ഇവിടെ ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. ക്യൂവിൽ നിൽക്കാതെ ഇതുപോലുള്ള QR കോഡുകൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ഈ ഫോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ തന്നെ ഏറ്റവും വലിയ കോട്ടയാണിത്. ഹൈദരാബാദ് വരുന്ന മിക്ക ആളുകളും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടെയാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട്. ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഒരു വലിയ ഹിസ്റ്ററിയുടെ അവശേഷിപ്പുകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഒരു കവാടവും അതിനു മുന്നിൽ ഒരു ഓപ്പൺ സ്പേസും ആണ് കാണുക. ഗോൽക്കൊണ്ടയുടെ മുഖ്യ കവാടം ഫത്തേ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ കോട്ടയുടെ ഫുൾ ഹിസ്റ്ററി കിട്ടും. ഹിസ്റ്ററി പറഞ്ഞു തരാൻ നമുക്കിവിടെ ഗൈഡും അവൈലബിൾ ആണ്. ഗൈഡഡ് ടൂറുകൾ വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ കവാടം കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ ഇതുപോലുള്ളൊരു വലിയ ഓപ്പൺ സ്പേസ് ആണ് കാണുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ മലയുടെ മുകളിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന കോട്ട. ഇവിടെ നിങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈദരാബാദാണ്, ചൂട് കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഡെസ്റ്റിനേഷനുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ രാവിലെയോ വൈകുന്നേരത്തെയോ സമയങ്ങൾ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുടിക്കാൻ വെള്ളവും കുടയും കയ്യിൽ കരുതുക. കോട്ടയുടെ ഏറ്റവും മുകളിലെ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നല്ല കാറ്റായതുകൊണ്ട് ചൂട് അത്ര അനുഭവപ്പെടില്ല. പക്ഷേ ഈ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ചൂടായിരിക്കും. പിന്നെ ഹൈദരാബാദും വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ വിന്റർ സീസണിൽ തന്നെയാണ്. ഹൈദരാബാദിന്റെ പിറവിക്ക് കൂടെ കാരണമായിട്ടുള്ള ഒരു കോട്ടയാണിത്. ഗൊല്ലാകൊണ്ട എന്ന തെലുഗു വേർഡിൽ നിന്നാണ് ഗോൽക്കൊണ്ട എന്ന പേരുണ്ടായത്. ഇടയന്മാരുടെ കുന്ന് എന്നാണ് ഇതിനർത്ഥം. ഇതാദ്യം ഒരു മൺകോട്ടയായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ കാകതീയ സാമ്രാജ്യത്തിലെ പ്രതാപരുദ്രനായിരുന്നു അത് നിർമ്മിച്ചത്. പിന്നീട് 1518 കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ സുൽത്താൻ ഖുലി കുത്തബ് ഷാ ഈ കോട്ടയെ ഒരു കോട്ടയായി വികസിപ്പിക്കുകയും നഗരത്തെ ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഗ്രാനൈറ്റ് കോട്ടയായിരുന്നു ഇത്. 1590 തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റുന്നതുവരെ കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായി ഇവിടെ തുടർന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയതും കാകതീയ ഭരണകാലത്ത് നഗരത്തിൽ വെട്ടിയെടുത്തതുമായ വജ്രങ്ങൾക്ക് ഗോൽക്കൊണ്ട പ്രശസ്തമാണ്. അക്കാലത്ത് ഇന്ത്യയിൽ മാത്രമായിരുന്നു വജ്രഖനികൾ ഉണ്ടായിരുന്നത്. പ്രശസ്തമായ കൊഹിനൂർ ഹോപ്പ് വജ്രങ്ങൾ മറ്റു വജ്രങ്ങൾക്കൊപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നിലവറയും ഈ കോട്ടയ്ക്കകത്തുണ്ടായിരുന്നു.
വളരെ അപൂർവമായതും നൈട്രജൻ മാലിന്യങ്ങൾ ഇല്ലാത്തതുമായിട്ടുള്ള ടൈപ്പ് 2A വജ്രങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക തിരിച്ചറിഞ്ഞ നിരവധി ടൈപ്പ് 2A വജ്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഗോൽക്കൊണ്ടയുടെ പരിസരത്ത് നിന്നുള്ള ഖനികളിൽ നിന്നുമാണ്. ദാരിയ ഇനൂർ, ഹോപ്പ് ഡയമണ്ട്, കൊഹിനൂർ, നൂർ ഉൽ ഐൻ, പ്രിൻസി ഡയമണ്ട്, റീജൻ ഡയമണ്ട്, വിറ്റൽസ് ബാച്ച്, ഗ്രാഫ് ഡയമണ്ട് എന്നിങ്ങനെ നിരവധി പ്രശസ്തമായ ഡയമണ്ടുകൾ ഗോൽക്കൊണ്ടയിലെ ഖനികളിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടയ്ക്കകത്ത് ഇതുപോലുള്ള ചില ഏരിയകളുണ്ട്. അതിലെ നടക്കാനായി ഇതുപോലെ വഴികളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹോളുകളുടെ വലുപ്പം ശരിക്കും മനസ്സിലാവുക. ഇതിനകത്ത് തന്നെ ഇരുട്ട് പിടിച്ചിട്ടുള്ള ചില മുറികളിൽ നിന്ന് വവ്വാൽ കൂട്ടങ്ങളുടെ ഭയങ്കരമായിട്ടുള്ളൊരു ബഹളം കേൾക്കാം. പിന്നെ ഈ വവ്വാലുകളുടെയും പ്രാവിൻ്റെയൊക്കെ കാഷ്ടത്തിൻ്റെ സ്മെല്ലാണ് ഇതിനകത്ത്. ചുമരിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിലും നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നോക്കിയാൽ അറിയാം ഇത് നിർമ്മിച്ച രാജവംശങ്ങളുടെ ആ ഒരു പ്രൗഢി. ഈ കോട്ടയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കര സൈലൻസ് ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയും തോന്നിയിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ നടന്നെത്തുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്, ഒരു സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ശരിക്കും ഇതൊരു ഇന്ത്യക്ക് വെളിയിലുള്ള ഏതോ ഒരു കോട്ടയുടെ ഭാഗമാണെന്ന് തോന്നി. കോട്ടയ്ക്കകത്തുള്ള പാലസിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് റാണി മഹൽ എന്ന് അറിയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രാക്കുളയുടെ മൂവിയിലൊക്കെ കാണുന്ന പോലുള്ള പ്രേത കോട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. രാജവംശങ്ങൾ തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കോട്ടയ്ക്ക്. രാജമൗലിയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള മഗധീര എന്ന മൂവിയിൽ നമുക്ക് ഈ ലൊക്കേഷൻ ഒരുപാട് കാണാൻ പറ്റും. കുത്തബ് ഷാഹി ഡൈനാസ്റ്റി ആർക്കിടെക്ചറാണ് ഈ നിർമ്മിതികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ മാത്രമല്ല, ഹൈദരാബാദിൻ്റെ ഒട്ടുമിക്ക ഹിസ്റ്റോറിക് പ്ലേസുകളിലും നമുക്ക് കുത്തബ് ഷാഹി ആർക്കിടെക്ചർ തന്നെയാണ് കാണാൻ സാധിക്കുക. 10 കിലോമീറ്റർ നീളത്തിൽ പുറംമതിലുള്ള 4 കോട്ടകളാണ് ഗോൽക്കൊണ്ടയിലുള്ളത്. ഈ കോട്ട മൊത്തമായിട്ടൊന്ന് നടന്ന് കണ്ടു തീരാൻ ഒരു ദിവസത്തിൻ്റെ പകുതിയോളം എന്തായാലും മാറ്റിവെക്കണം. ഈ കോട്ട മാത്രമല്ല കേട്ടോ, ഹൈദരാബാദിൻ്റെ ഒട്ടുമിക്ക ഹിസ്റ്റോറിക് പ്ലേസുകളും കണ്ടു തീർക്കാൻ നമുക്ക് ഹാഫ് ഡേ വേണം. ഓരോ ഡെസ്റ്റിനേഷനിലും അത്രമാത്രം കാഴ്ചകളാണ് ഇവിടെയുള്ളത്. താഴെയുള്ള കോട്ടയുടെ ഭാഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇനി മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഈ കോട്ടയ്ക്കകത്ത് പള്ളിയും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, കുത്തബ് ഷാഹി രാജാക്കന്മാരുടെ ശവകുടീരങ്ങളും ഇതിനകത്തുണ്ട്. കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന മറ്റ് കെട്ടിടങ്ങളാണ് ഹബ്ഷി കമാൻസ്, അഷ്ലാഖാന, താരാമതി മസ്ജിദ്, രാമദാസ് ബന്ദിഖാന, ഒട്ടകത്തൊഴുത്ത്, സ്വകാര്യ അറകൾ, മോർച്ചറി ബാത്ത്, അംബർഖാന, ദർബാർ ഹാൾ എന്നിവയൊക്കെ. പിന്നെ നമ്മൾ ഈ കയറാൻ പോകുന്ന മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രമൊക്കെ ഉള്ളത്. 1000ഓളം വർഷം പഴക്കം വരുന്ന ജഗദംബ ക്ഷേത്രമാണത്. സ്റ്റെപ്പുകൾ കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല കാറ്റ് വീശാൻ തുടങ്ങി. അതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അധികം അനുഭവപ്പെട്ടില്ല. ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. തുടക്കത്തിൽ നല്ല ആവേശത്തിൽ കയറാൻ പറ്റിയെങ്കിലും പിന്നെ പിന്നെ ക്ഷീണമായി തുടങ്ങി. ഈ കയറുന്നതിനിടയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വ്യൂ പോയിന്റുകളും ഉണ്ട്. അത്രയ്ക്ക് ഹെക്റ്റിക്കായിട്ടുള്ള ഒരു കയറ്റമൊന്നും അല്ലെങ്കിലും ക്ലൈമറ്റ് കുറച്ച് ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടയേർഡാവും. കയറും തോറും സിറ്റിയുടെ ഒരു വൈഡ് വ്യൂ കിട്ടിത്തുടങ്ങും. ഏറ്റവും മുകളിലെത്തുമ്പോൾ സിറ്റിയുടെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കോട്ട സമുച്ചയങ്ങളിൽ ഒന്നാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട്. ഇവിടെ ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങളുടെ ഉയർച്ചയും പതനവും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ കോട്ട. ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല, വാസ്തുവിദ്യാ സൗന്ദര്യവും പൈതൃക ഘടനയും കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും ഒരു ശ്രദ്ധേയമായ സ്ഥാനമാണ് ഈ കോട്ടയ്ക്കുള്ളത്. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റും ചെയ്തതിന് ശേഷമാണ് ബാക്കി കയറിയത്. താഴെയുള്ള കോട്ടയുടെ പരിസരങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും മുകളിലേക്ക് കയറും തോറും പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിന്റിലായിരുന്നു ഒരുപാട് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. 400 അടി ഉയരമുള്ള ഒരു കുന്നിന് മുകളിലാണ് ഗോൽക്കൊണ്ട കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് 1000 വർഷങ്ങളോളം പഴക്കമുള്ള ജഗദംബ ക്ഷേത്രം. ക്ഷേത്രത്തിനടുത്തുള്ള ഈ വഴിയിലൂടെയാണ് നമുക്ക് വ്യൂ പോയിന്റിൽ എത്തിച്ചേരേണ്ടത്.
പണ്ടുകാലത്ത് പാറകൾ പൊട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയുടെ അവശേഷിപ്പുകൾ ഇവിടെയുണ്ട്. ഈ കാഴ്ച നമുക്ക് ഇഷ്ടം പോലെ ഹംപിയുടെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. പാറയിൽ ഇതുപോലെ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ വെള്ളം നിറച്ച് പൊട്ടിക്കുന്ന രീതിയാണിത്. ഹൈദരാബാദ് സിറ്റിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവിന് വേണ്ടി നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറുകയാണ്. തീരെ സംരക്ഷിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഫോർട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. ഇതാണ് ബരാദാരി കോട്ട. ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലെല്ലാം മങ്ങി നല്ല ശക്തമായിട്ടുള്ള കാറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദീപാവലി സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. സിറ്റിയുടെയും താഴെയുള്ള കോട്ടയുടെയൊക്കെ നല്ല വൈഡായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ദൂരെയുള്ള സിറ്റിയേക്കാൾ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കോട്ടയുടെ കോമ്പൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഉച്ചയായപ്പോൾ വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കോട്ടയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ തുടങ്ങി. കയറിയ വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു തിരിച്ചിറങ്ങിയത്. ഈ വഴിയിൽ വന്നപ്പോഴാണ് കോട്ടയുടെ ഇങ്ങനത്തെ ഒരു ഫ്രെയിം കിട്ടിയത്. കോട്ടയുടെ താഴ്ഭാഗത്ത് ഗാർഡനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്കാണ് അതേ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. 250 കിലോ ഭാരം വരുന്ന അയൺ വെയിറ്റാണിത്. ഇതെടുത്ത് പൊക്കുന്ന ആൾക്കായിരുന്നു പണ്ട് രാജാവിൻ്റെ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. ഹൈദരാബാദിൻ്റെ ഓരോ ഡെസ്റ്റിനേഷനുകളും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ്. അതിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കോട്ട തന്നെയാണ് ഈ ഗോൽക്കൊണ്ട ഫോർട്ട്. ഗോൽക്കൊണ്ട ഫോർട്ടിനെ കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഹൈദരാബാദിൻ്റെ മറ്റ് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you for watching my video.